കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിന്റെ സന്ദർശനത്തിനു പിന്നാലെ ക്ഷേത്രം ഗംഗാജലം തളിച്ചു കഴുകിയ സംഭവം വിവാദത്തിലാകുന്നു. ബീഹാറിലെ സഹർസയിലാണ് സംഭവം. കനയ്യ ക്ഷേത്രം വിട്ടതിനു പിന്നാലെ അവിടേക്കെത്തിയ ഒരു സംഘം വെള്ളമൊഴിച്ച് കഴുകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. BJP പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. BJPക്കാരല്ലാത്തവരെല്ലാം അയിത്തമുള്ളവരാണോ എന്ന് കോൺഗ്രസ് ചോദിച്ചു. പാലായൻ റോക്കോ പരോസ്ഗാർ ധോ, അതായത് കുടിയേറ്റം തടയൂ തൊഴിൽ നൽകൂ യാത്രയുടെ ഭാഗമായാണ് മറ്റു കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കനയ്യകുമാർ ബഗാവിസ്തൻ ക്ഷേത്രത്തിൽ എത്തിയത്. തലപ്പാവും മാലയും അണിയിച്ചാണ് കനയ്യെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത്. ക്ഷേത്രത്തിലെത്തിയവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് അല്പനേരം ചിലവഴിച്ചാണ് കനയ്യ മടങ്ങിയത്. പിന്നാലെയാണ് ബക്കറ്റിൽ വെള്ളവും ചൂലുമായി ഒരു സംഘം ഇവിടേക്ക് എത്തി ക്ഷേത്രം കഴുകിയത്. സംഭവത്തെക്കുറിച്ച് കനയ്യകുമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം കോൺഗ്രസ് വക്താവ് ഗ്യാൻ രഞ്ജൻ ഗുപ്ത BJPക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നു. RSSകാരും BJPക്കാരും മാത്രമാണോ ശുദ്ധിയുള്ളവർ? മറ്റുള്ളവർ എല്ലാവരും തൊട്ട് കൂടാത്തവരാണോ എന്ന് ഗ്യാൻ രഞ്ജൻ ഗുപ്ത ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. പരശുരാമന്റെ പിൻഗാമികളെയാണ് ഇക്കൂട്ടർ അപമാനിച്ചത്. BJP പാർട്ടി അംഗങ്ങളോ അവരെ പിന്തുണയ്ക്കുന്നവരോ അല്ലാതെ എല്ലാവരും അയിത്തമുള്ളവരായി മാറുന്ന അൾട്രാ സംസ്കൃത വൽക്കരണത്തിന്റെ പുതിയ കാലത്താണോ നമ്മൾ എത്തി നിൽക്കുന്നത് എന്നും ഗുപ്ത ചോദിക്കുകയുണ്ടായി. അതേസമയം കോൺഗ്രസിന്റെ ആരോപണങ്ങൾ BJP തള്ളി. കനയ്യകുമാറിന്റെ സന്ദർശനത്തിന് ശേഷം ക്ഷേത്രം കഴുകിയ ആളുകൾ ആരാണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടതെന്ന് BJP വക്താവ് ആസിഫ് തിവാരി പറഞ്ഞു. കനയ്യ വന്നു പോയതിനു ശേഷം ക്ഷേത്രം കഴുകിയെങ്കിൽ അത് കനയ്യ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തെ നിരസിക്കുന്നതാണെന്നും BJP നേതാവ് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ഇതുപോലെ വിദ്വേഷ പരാമർശവുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വന്നത് പ്രതിപക്ഷത്തിനെയും ചില ഹിന്ദു സംഘടനകളെയും ചൊടിപ്പിച്ചിരുന്നു. 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ 50 ഹിന്ദു കുടുംബങ്ങൾ ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ലെന്നാണ് യോഗി ആദിത്യനാഥ് പരാമർശിച്ചത്. എന്നാൽ ഹിന്ദുക്കൾക്കിടയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്നും യോഗി പറയുകയുണ്ടായി. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉയർന്നുവരുന്ന ക്ഷേത്രം പള്ളി തർക്കങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അഭിമുഖത്തിൽ യോഗി ആദിത്യനാഥ് മറുപടി നൽകി. ഹിന്ദുക്കളുടെ സ്ഥലത്താണ് മുസ്ലിങ്ങൾ പള്ളികൾ നിർമ്മിച്ചതെന്നും ഇത് മുസ്ലിങ്ങളുടെ തത്വങ്ങൾക്ക് എതിരാണെന്നും യോഗി പറയുകയുണ്ടായി. ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തതിനു ശേഷം നിർമ്മിക്കുന്ന ആരാധനാലയങ്ങൾ ദൈവം അംഗീകരിക്കുന്നില്ല എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. പിന്നെങ്ങനെയാണ് അവർ ക്ഷേത്രം പണിഞ്ഞത്? UPയിലെ തർക്കഭൂമികളിലൊന്നായ സാമ്പലിൽ കഴിയുന്നതത്രയും ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യുമെന്നും യോഗി പറഞ്ഞിരുന്നു. ഇതുപോലെ വർഗീയപരമായ കാര്യങ്ങളിലൂടെയാണ് ഇന്ന് ഇന്ത്യ കടന്നു പോകുന്നത്.